തന്നെ നമ്മൾ once again ഒരു പെർഫോമൻസ് കാണുന്നതായിരിക്കും. സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു നടിയാണ് ആള്. പിന്നീട് നാളെ ഇന്ന് വരെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് അങ്ങോട്ടുള്ള നിരവധി സിനിമകളിലും അത്ര തന്നെ കഥാപാത്രങ്ങളിലും ഈ ഒരു പ്രതിഷ്ഠ കുറച്ചുകൂടി ഉറപ്പിക്കാനേ ആൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പോലീസ് ആവാനായാലും അതുപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് പെട്ടെന്ന് ഓടണം, ചാടണം, ഭയങ്കര ബഹളം, അങ്ങനത്തെ ഒരു ട്രെയിനിങ് എന്തായാലും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? എനിക്ക് ഒരു പോലീസ് ഓഫീസർ, ഒരു സ്ത്രീ പോലീസ് ഓഫീസർ, ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്ന ഒരു മോഡിലേക്ക് കടന്നുപോയതാണ്. ആദ്യം ജനങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഉറപ്പായിട്ടോ ഇടയ്ക്കൊക്കെയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ കാണാൻ നിങ്ങൾ പ്രേക്ഷകരെത്തുന്നത് കൊണ്ടാണ്. നിങ്ങൾ തരുന്ന സ്നേഹം, സപ്പോർട്ട്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തിരക്കുകളുണ്ട് ജീവിതത്തിൽ. എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ വന്നവരുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ വന്നവരുണ്ടാവും, സിനിമകൾ കാണാൻ വന്നവരുണ്ടാവും. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങളെല്ലാവരെയും കാണാൻ നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ ഒരു സമയം, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പരിഗണന, സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് ഇന്നും സിനിമാ നടി എന്ന ലേബലിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുന്നത്. അതിന് ദൈവത്തിനോടും ഓരോ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഹെവന ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്കൊരു സ്ത്രീ പോലീസ് ഓഫീസറിനെ ഡയറക്റ്റായിട്ട് ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചർ നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, സ്ത്രീകൾ ഒരുപാട് നമുക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ സ്കൂൾ ടീച്ചറൊക്കെ എനിക്ക് വളരെ ഈസിയാണ്, കാരണം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിലുണ്ടാവുന്ന അമ്മയുടെ തിരക്കുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വനിതാ പോലീസ് ഓഫീസറിനെ എനിക്ക് നേരിട്ട് കണ്ട്, കാരണം അവർ നമ്മളമാതിരിയല്ല, അവരുടെ ഒരു മൊത്തം അത് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഭരതനാട്യം ഡാൻസറും. അപ്പം ഞാൻ തന്നെ വെച്ച് എൻ്റെ വരുമ്പോൾ ഞാൻ പോയിട്ട് മറ്റേ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയി എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ ലൊക്കേഷനിൽ പോകുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഡെഫിനറ്റായിട്ട് നേരത്തെ ഇന്ദ്രൻ സേട്ടൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമ്മളൊരു ഹോംവർക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറേ നാളില്ലാതെ വളരെ വേഗം ഒബ്സർവേഷൻ കൊണ്ട് നമ്മളതിനെ കുറേയൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ടൗൺ SI ആയ ഷാഹിന മാമിയുടെ ട്രിവാൻഡ്രംകാരിയാണ്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഉള്ള ഷാഹിന മാമിനോട് ഒരു പ്രത്യേക നന്ദി ഞാൻ നിങ്ങളെല്ലാവരുടെയും മുന്നിൽ പറയുകയാണ്. നമുക്ക് പോലീസിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ പിന്നെ നമ്മുടെ എറണാകുളം ടൗണിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മാമിൻ്റെ ഒപ്പം ഇരുന്നു. മാമാണ് എന്നെ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. മാമിൻ്റെ ഒപ്പം ഞങ്ങൾ ഓടാൻ പോയി, നൈറ്റ് പെട്രോളിങ്ങിന് പോയി. നൈറ്റ് പെട്രോളിങ്ങിൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംസാര രീതി, ഒരു ടോണാലിറ്റി ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ മാമിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്നോട് സംസാരിക്കുമ്പോൾ മാമിൻ്റെ ശബ്ദം മാം അങ്ങനെയല്ല സംസാരിക്കുന്നത്, ഭയങ്കര വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു. അതപ്പോൾ മാം പറഞ്ഞു, ഞങ്ങളുടെ ട്രെയിനിങ് അങ്ങനെയാണ്, ഞങ്ങളുടെ ട്രെയിനിങ്
ട്രെയിനിങ് അത്ര റിഗറസ് ആണ്. കാരണം ഒരു മനുഷ്യനൊരു പോലീസ് ഇല്ല, ഒരു കൂട്ടം മനുഷ്യർക്കാണ് ഒരു പോലീസ് ഉള്ളത്. ഈ പോലീസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആ കാക്കിയുടെ വിലയാണ്, ആ ഡ്രസ്സ് അവരുടെ ദേഹത്തേക്ക് ആ കുപ്പായം കയറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാവുന്ന ഒരു പരകായ പ്രവേശത്തിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു ധീരതയുടെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് നമ്മളുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ഭയം. അല്ലെങ്കിൽ ആ ഒരു ഭയം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ നീഡ് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ദേ ഹാവ് ഇറ്റ് ഓൾസോ. അത് എനിക്ക് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മാമിൻ്റെ കൂടെ നിന്നപ്പോൾ, മാമിൻ്റെ ആ ഒരു രീതികൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. കാരണം സിനിമയിൽ ചിലപ്പോൾ ഒരു സെല്യൂട്ടൊക്കെ ഒരു 2 സെക്കൻഡിലങ്ങ് പോകും. പക്ഷേ അത് വൃത്തികേടായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ സല്യൂട്ടിൻ്റെ ഒരു നീറ്റ്നെസ് ഇല്ല, അത് ഒരുപാട് തവണ സല്യൂട്ട് ചെയ്ത് ഞാൻ പഠിച്ചു മാമിൻ്റെ കൂടെ. പക്ഷെ ഒരൊറ്റ ഷോട്ടിലാണ് സല്യൂട്ട് വരുന്നതെങ്കിലും മോശമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ചിലപ്പോൾ നല്ലതായാൽ ശ്രദ്ധിച്ചൊന്നും വരില്ല. എന്തായാലും പോലീസ്, ഇന്നലെ ഞാൻ വനിതാ തിയേറ്റേഴ്സിലൊക്കെ നമ്മളിങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ സ്ത്രീകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പോലീസ് വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം നടത്തി ആ ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഷാഹിന മാമിനോട് ഒത്തിരി താങ്ക്സ്. അടുത്തതായിട്ട് ഞാൻ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളെയാണ്. സിനിമ മനസ്സിലൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇദ്ദേഹം. ആരായിരിക്കും? ആരെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നേ? കേൾക്കാലെ. സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് തുടങ്ങിയ ഒരാൾ, ഒത്തിരി ഹാസ്യ കഥാപാത്രങ്ങളുടെ നമ്മളെ ചിരിപ്പിച്ചു. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കലാകാരൻ. എത്ര ചെറിയ ക്യാരക്ടർ ആയിക്കോട്ടെ അത് നമുക്ക് മറക്കാനാവാത്ത രീതിയിൽ അവതരിപ്പിക്കുകയാണ്. പ്രവീൺ കൃഷ്ണനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തത്. ഹലോ. സോ ഞാൻ ഇപ്പോഴും ഒരു പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ദ്രൻ സേട്ടിനെ ഒട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു ശബ്ദം, അല്ലേ? ഭയങ്കര സ്റ്റോറി ടെല്ലറാണ്. ഒരു സിനിമാ മോഹിക്ക് വേണ്ട ഒരു സംഗതിയാണോ സ്റ്റോറി ടെല്ലിംഗ്? ഈ ഒരു സിനിമയിൽ ഒരു കഥ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ആർച്ചയായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കണ്ടൊരു സിനിമയാണ് 5-ാം പാതിര. അതിൽ ഒരു ഇത് പറയുന്നുണ്ട്, വേട്ടക്കാരൻ വേട്ട അവസാനിപ്പിച്ചു എന്ന് തുടങ്ങുന്നിടത്താണ് ശരിക്കുമുള്ള വേട്ട ആരംഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് ഞാൻ മറന്നിട്ടേ ഇല്ല. എനിക്ക് ദൈവം ഇത്ര അടിപൊളിയായിട്ടൊരു സംഗതിയോ ഇന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയൊരു കാര്യമാണ്. സോ ഏറ്റവും നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിൽക്കാം. സോ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആസ്പയറിംഗ് സിനിമാ മൂവികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഓൾ ടുഗെദർ വോയിസ് ആർട്ടിസ്റ്റുകൾ ഒരു നല്ല സ്റ്റോറി ടെല്ലർ ആയിരിക്കണം. സ്റ്റോറി ടെല്ലിംഗ് ഇസ് ദ കീ. അത് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചുമ്മാതവർ അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ക്യാരക്ടർ എന്ന് അറിഞ്ഞിട്ട് അതിന് മുമ്പ് പോയി അതൊക്കെ ചെയ്ത് പരിശീലിക്കുക എന്നുള്ളത്. അപ്പോൾ കൊലപാതകമാണെങ്കിൽ നേരത്തെ വന്നിട്ട് ചെയ്യും. എന്തോ കൊലപാതകമാണെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത് നോക്കിയിട്ട് വരുമല്ലേ? കോഴീനെയാണോ? വീട്ടിലൊക്കെ ചിക്കൻ കറി വെക്കുമ്പോഴാണോ? അല്ല, അത് വളരെ രഹസ്യമായിട്ട് പരിശീലിച്ചു. ഓക്കെ. സോ പോലീസുകാർ ഇവരുടെ പിന്നാലെ ഒന്ന് പോകുന്നത് നല്ലതാണ് അല്ലേ? കുറെ ചുരുളറിയാത്ത രഹസ്യങ്ങൾ ഒരു പുതിയ സിനിമയ്ക്കുള്ള കഥ ചിലപ്പോൾ കിട്ടിയേക്കാം. സോ ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ തന്നെ വരുവാണെങ്കിൽ ജസ്റ്റ് അതായത് ഒരു കഥ ഒരൊറ്റ എനിക്ക് തന്നെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഒരു കാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ചതാണോ? അതായത് എനിക്ക് തോന്നിയില്ല ആ ഒരു ഡയലോഗ് ഇങ്ങനെ പഠിച്ചു പറയാമെന്നുള്ളത്. സോ വളരെ ഒരു നമുക്കും കിട്ടും ആ ഒരു വിഷ്വൽ. അതെങ്ങനെയാണ് ആ ഒരു മാസ്റ്ററിങ് എങ്ങനെയാണ്? അത് ഒരു സീനിൽ എത്തുമ്പോഴത്തേക്ക് നബിയെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് കോമ്പിനേഷൻ കിട്ടുന്നത്. അത് നമ്മൾ പറഞ്ഞു പോകും. ഏറ്റവും വീട്ടേക്കായിട്ട് പിന്നെ താഴ്ന്നു തോന്നുന്നത്. അപ്പം അത് പഠിച്ചു ചെയ്യുമ്പോൾ നമ്മളൊട്ടും ചേർന്ന് പോകുക എന്നുള്ളത് കുറച്ച് പരിചയമൊക്കെ ഉണ്ടാവാം. താങ്ക് യു സോ മച്ച്. ഇന്ദ്രൻ സെൻ്റെ ഒരു വിനയം, ആ ഒരു ശരിയിലാണ് നമ്മൾ ശരിക്കും എപ്പോഴും വീഴുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സിനിമ മാത്രമല്ല, സിനിമയിലെ പാട്ടുകളും ഡിഫറെന്റ് കുറച്ച് വലിയ റാങ്കിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഭയങ്കര കളിപ്പാണ്. അതാണ് മെയിൻ കളി
രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രത്തീന നമ്മൾ യൂഷ്വലി സ്ത്രീകളെ കാണാത്ത ഒരു പ്രൊഫഷണൽ സ്പേസസിലൊക്കെ സ്ത്രീകളെ പ്ലേസ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ യൂഷ്വലി സിനിമയിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ അധികം കാണാറില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ അവസരം തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കോമഡി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷെ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പൂജ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചിരിച്ചു പോകും. അതായത് മറ്റേ ഇരട്ടയിലൊക്കെ തമാശ പറയുന്നെങ്കിൽ നമുക്ക് ചിരി വരും. ആ ഒരു നിൽപ്പോയി കാണുമ്പോൾ രസമാണ് കോമഡി ക്യാരക്ടേഴ്സ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ലാസ്റ്റ് അറിയാണെങ്കിൽ പടക്കളമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ സിനിമ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിന് സന്തോഷം. പിന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പോൾ ഇവിടെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബമായിട്ട് പോയി പാതിരാത്രി കാണണം. ഒരു റെഗുലർ ത്രില്ലറല്ല പാതിരാത്രി. അത് സാധാരണ നമ്മൾ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ മാസും അങ്ങനെയൊക്കെയാണല്ലോ ക്രൈം ത്രില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇത് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ഒരു ജീവിതവും അവർ കടന്നു പോകുന്ന മീൻസ് ഇൻവെസ്റ്റിഗേഷനിൽ ടെൻഷനുള്ളപ്പോൾ തന്നെ ജീവിതത്തിൽ എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു, ആ ഒരു കോൺഫ്ലിക്റ്റ് വെച്ചിട്ട് എങ്ങനെ അവർ ജോലിയിലും പ്രവർത്തിക്കുന്നു, അങ്ങനത്തെ ഒരു ആംഗിളിലുള്ള ഒരു സിനിമ കൂടിയാണ് പാതിരാത്രി. എനിക്കൊന്ന് അത് തന്നെയാണ് പാതിരാത്രി ഇത്രയ്ക്കും സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ മിസ് ചെയ്യാതെ കാണണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ജോസഫ് എന്നൊരൊറ്റ സിനിമ മതി ഈ ഒരു നടിയുടെ ലെവൽ അളക്കാനായിട്ട്. തമിഴിലും മലയാളത്തിലും നമുക്ക് ഒത്തിരിയേറെ സിനിമകൾ തന്നിട്ടുള്ള ഈ ഒരു നടിയെയാണ് ഞാൻ ഈ വേദിയിലൂടെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ആത്മീയ രാജൻ, റോസ് ഗിറ്റാറിനാൽ അമീബ, മാക്കോടി മത്തായി, ഇപ്പോൾ പാതിരാത്രി സിനിമയിലും. സോ ഇനി ഒരു കാര്യം ചോദിക്കാനുണ്ട്. യെസ്, അപ്പോൾ ഇതിനു മുമ്പ് കോൾ കേസിലാണ് മെയിൻ ഒരു കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ആ ഒരു ത്രില്ലർ സിനിമയുടെ ഗതി മാറ്റിവിട്ട ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലും ഈ സിനിമയുടെ ഗതി മാറ്റിവിടുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് അമ്മയെ സംസാരിച്ചെങ്കിൽ ഈ സിനിമ മുമ്പോട്ട് പോകും എന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? ക്രൗഡ് നമ്മുടെ പാതിരാത്രി ടീമിനെ വെൽക്കം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. പാതിരാത്രിയിലെ എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം അധികം കാണാത്തവരുണ്ടെങ്കിൽ അധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. Gracias.